വാർത്തകൾ തുടരുന്നു. വൈദ്യുതി മോഷണം നടത്തിയ 2 വീട്ടുടമകളിൽ നിന്നായി KSEB അധികൃതർ 1 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കയ്പമംഗലം സെക്ഷൻ അധികൃതരാണ് 18 മുറിയിലും വിളക്കുപറമ്പിലുമുള്ള സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പിഴ ഈടാക്കിയത്. കാന്തം മീറ്ററിൽ ഘടിപ്പിച്ച് വൈദ്യുതി മോഷ്ടിച്ച 18 മുറിയിലെ വീട്ടുകാരനിൽ നിന്ന് 88,100 രൂപയും ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ച വിളക്കുപറമ്പിലെ വീട്ടുകാരിൽ നിന്ന് 6,000 രൂപയുമാണ് ഈടാക്കിയത്. തെരുവ് വിളക്കുകൾ മിഴിയടച്ച് ഇരുട്ടിലായിരുന്ന കാക്കാതിരുത്തി പാലത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. 2.25 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിഞ്ഞനം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പാലത്തിന്റെ ഭാഗത്ത് വിളക്കുകൾ സ്ഥാപിച്ചത്. പടിയൂർ പഞ്ചായത്തിൽപ്പെടുന്ന പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നേരത്തെ വിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. സ്ലാബ് തകർന്ന കാനയിൽ വീണ് 2 പേർക്ക് പരിക്കേറ്റു. കാക്കാതിരുത്തി IHDP കോളനിയിലേക്കുള്ള നടവഴിയിലെ കാനയുടെ സ്ലാബാണ് തകർന്നത്. കോളനിയിലെ അങ്കനവാടിയോട് ചേർന്നുള്ള നടവഴി നിരവധി കുരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. അങ്കനവാടിയുടെ മുൻഭാഗത്തും കാന തുറന്നു കിടക്കുകയാണ്. കാനയിൽ വീണ് പരിക്കേറ്റ കോളനി നിവാസികളായ സുബ്രഹ്മണ്യൻ, വേലായുധൻ എന്നിവർ പെരിഞ്ഞനം CHCയിൽ ചികിത്സ തേടി. കുരുന്നുകൾ ഏത് സമയത്തും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള കാനയ്ക്ക് ഉടനടി സ്ലാബിടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പേര് മര്യാദമൂല. റോഡിന്റെ കോലം ഇങ്ങനെ. മൂന്നുപിടിക സെന്ററിൽ നിന്നും ബീച്ചിലേക്കുള്ള റോഡിൽ ഹമദാനിപ്പള്ളിയുടെ സമീപത്തുള്ള സ്ഥലമാണ് മര്യാദമൂല. പെരിഞ്ഞനം ഓണപ്പറമ്പിനെ ബീച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡും ഇവിടെ ചേരുന്നു. സ്ഥലപ്പേര് കേട്ടാൽ മര്യാദക്കാരുടെ സ്ഥലമെന്ന് തോന്നുമെങ്കിലും റോഡ് കണ്ടാൽ അങ്ങനെ പറയില്ല. കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭാഗമായ ഈ റോഡ് തകർന്ന് കുണ്ടും കുളവുമായിട്ട് കാലം കുറയായി. മര്യാദമൂലയിലാണ് റോഡിലെ ഏറ്റവും വലിയ കുഴിയുള്ളത്. കൂളിമുട്ടം, പൊക്ലായ്, അസ്മാബി കോളേജ്, എറിയാട്, അഴീക്കോട് ഭാഗത്തേക്ക് ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങളും യാത്രികരും ഉപയോഗിക്കുന്ന റോഡാണ് ഇത്. മഴ കഴിയുന്നതോടെ റോഡിന് ശാപമോക്ഷമാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. കടലേറ്റത്തിൽ കടപുഴകിയ കാറ്റാടി മരങ്ങൾ വീണു തുടങ്ങിയതോടെ ഹരിതതീരം ഭീഷണിയിൽ. 4.5 വർഷം മുൻപ് തീരത്തെ പച്ചപ്പട്ടണിയിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് വഴി നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് കടപുഴകുന്നത്. ജില്ലയുടെ തീരത്ത് 1 ലക്ഷത്തിൽ പരം കാറ്റാടി തൈകളാണ് പദ്ധതി പ്രകാരം നട്ടുപിടിപ്പിച്ചിരുന്നത്. കടലേറ്റത്തിൽ തീരം പിടിച്ച് ശക്തമായതോടെ പല ഭാഗത്തും കാറ്റാടികൾ ഒഴുകിപ്പോയിരുന്നു. കയ്പമംഗലത്ത് വഞ്ചിപ്പുര കടപ്പുറത്താണ് തിരയടിച്ച് മരങ്ങൾ വീണു തുടങ്ങിയത്. പെരിഞ്ഞനം RMVHS സ്കൂളിൽ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാനാധ്യാപക അവാർഡ് ജേതാവ് PA സീതി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമായിട്ട് സംവദിക്കുവാനും അത് എല്ലാ വിഭാഗം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമായിട്ടും സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്പസ്വല്പമൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത് ഈ സ്ഥാപനമടക്കം കൊടുങ്ങല്ലൂരിലെ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലഭിച്ച അവസരങ്ങളാണ് ഇതിനെല്ലാം നിധാനമായി വർദ്ധിച്ചതെന്നുള്ള വസ്തുത ഞാൻ അറിയുകയാണ്. പെരിഞ്ഞനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മറക്കാൻ സാധിക്കാത്തൊരു കാര്യം, 1961 പെരിഞ്ഞനം പഞ്ചായത്ത് രൂപം കൊണ്ടത്. 61 ഞാൻ ജനിച്ചത് കൊണ്ട് എൻ്റെ ജന്മവർഷം തന്നെയാണ് പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെയും ജന്മവർഷം എന്നുള്ളത് കൊണ്ട് പെരിഞ്ഞനം പഞ്ചായത്ത് എപ്പോഴും സ്മൃതിപഥത്തിൽ കടന്നു വരുന്ന ഒരു ആപ്തമായ സ്മരണയാണ് എന്നേറെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോൾ പ്രാദേശികത്വത്തിന്റെ കാലഘട്ടമാണ്. പ്രാദേശികത്വത്തിന് ഞങ്ങളൊക്കെ സ്കൂളിൽ മൊത്തത്തില് പ്രാദേശികത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊക്കെ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ എവിടെയുണ്ടെന്നാണ്. പ്രധാനാധ്യാപകൻ KR രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. P അരുൺ, ബൈജു വർഗീസ്, C ഗീത, MK യൂസഫ് സിദ്ദിഖ്, B ബീബ, സ്മിത, അംബിക എന്നീ അധ്യാപകർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫോട്ടോഗ്രാഫർ മരിച്ചു. മതിലകം കൂളിമുട്ടം പുതിയ വീട്ടിൽ പരേതനായ മൊയ്തീന്റെ മകൻ ഷാഹുലാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. 30 വർഷമായി ഫോട്ടോഗ്രാഫറാണ്. ഏറെക്കാലം മതിലകത്ത് ഷാഹുൽ സ്റ്റുഡിയോ എന്ന സ്ഥാപനം നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രി 8-നാണ് അപകടം നടന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുധനാഴ്ച കർക്കടക പുലരി. രാമായണ പുണ്യം തേടി തീർത്ഥാടകർ നാലമ്പല ദർശനത്തിനൊരുങ്ങി. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. കർഷക തൊഴിലാളികളുടെ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി BKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.